നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ബജറ്റിൽ ജനപ്രിയവും ചരിത്രപരവുമായ തീരുമാനം ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി മുൻകൂട്ടി അഭിപ്രായപ്പെട്ട സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ മേഖലയ്ക്ക് പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഉണ്ടായില്ലെന്ന് മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന വിവിധ സംഘടനകളുടെ ബജറ്റ് അവലോകന യോഗം വിലയിരുത്തി. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടു. പ്രതീക്ഷിച്ചധികമുള്ള GST വരുമാനവും മറ്റു വരുമാനവും ഗണ്യമായി വർദ്ധിച്ചപ്പോൾ വളരെ അനുകൂലമായ നടപടികൾ നമ്മൾ പ്രതീക്ഷിച്ച്. ചില ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിച്ച അത്ര ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. അതേസമയത്ത് രാഷ്ട്രീയ പരിഗണന വെച്ചിട്ട് ആന്ധ്രയ്ക്കും ബീഹാറും വാരികോരി കൊടുത്തപ്പോൾ 24,000 കോടിയുടെ ബഡ്ജറ്റ് നമ്മളുടെ സ്പെഷ്യൽ പാക്കേജ് അഭ്യർത്ഥിച്ചത് വേണ്ടത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളേറെ പ്രതീക്ഷിച്ച ബഡ്ജറ്റ് പ്രതീക്ഷിച്ച എയിംസ് പോലും പ്രഖ്യാപനമില്ല. തുരങ്കപാതയ്ക്ക് ബഡ്ജറ്റ് അനുവദിച്ചിട്ടില്ല. പിന്നെ റെയിൽവേക്ക് ഈ ബഡ്ജറ്റിനകത്ത് വലിയൊരു പോരായ്മയാണ്. സാധാരണ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റിനാണ് കുറേ പ്രതീക്ഷ ഉണ്ടായത്. ആ ബഡ്ജറ്റ് ഇതിലേക്ക് എന്തെല്ലാം അനുവദിച്ചാൽ നമുക്ക് പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ലെങ്കിലും റെയിൽവേ ബഡ്ജറ്റില്ലാത്തത് വലിയൊരു പോരായ്മയാണ്. പക്ഷെ ആദായ നികുതി ഇളവുകളും അതുപോലെ തന്നെ സ്വർണം, വെള്ളി, സോളാറ്, മരുന്നുകളുടെ എല്ലാം വില കുറച്ചത് ജനങ്ങൾ സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം ചെയ്യും. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നു, യുവാക്കളുടെ തൊഴിലവസരത്തിൽ മറ്റും നല്ല നല്ല പ്രഖ്യാപനമൊക്കെ ഉണ്ടായെങ്കിലും കൂട്ടിയിട്ട് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് നിരാശാജനകമെന്ന് പറയില്ലെങ്കിലും വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. ഇനി ബഡ്ജറ്റ് ചർച്ചയിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായിട്ട് ഈ ആവശ്യം ഉന്നയിച്ച് നേടുക്കാൻ ഇനിയും നമുക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. അത് യഥാവിധി പ്രയോഗിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മുദ്രാ ലോൺ ഉൾപ്പെടെ പരിധി കൂട്ടിയിട്ടുണ്ട്. മുദ്രാ ലോണിന് അതിനെങ്ങനെയാണ് കാണുന്നത്? സാധാരണ കാര്യമാണ്. മുദ്രാ ലോൺ വർദ്ധിപ്പിച്ചൊക്കെ നല്ല കാര്യങ്ങളാണ്. കുറേ നല്ല പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത്ര കിട്ടിയില്ല എന്നുള്ളതാണത് പറഞ്ഞത്. അതേസമയത്ത് മറ്റ് സംസ്ഥാനം കൊടുത്തതിന് നമ്മളെതിരല്ല. അവർക്ക് രാഷ്ട്രീയ പരിഗണന ഘടകകക്ഷി നിലയ്ക്ക് വാരി കോരി കൊടുത്തിട്ടുണ്ട്. അവിടെ തുല്യ രീതി ലഭിച്ചിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമായ കാര്യം.